ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ബാഗിൻ്റെ ഇതുപോലെ സ്ട്രാപ്പ് കേടായി പോയിട്ടുണ്ടല്ലേ. ഏത് നിമിഷവും പൊട്ടാറായിട്ടിരിക്കണം. ഇപ്പുറത്തെ വശത്തും അതേപോലെ തന്നെ. ഇതിപ്പോൾ ഒത്തിരി നാൾ ഉപയോഗിച്ചതിന് ശേഷം ഇങ്ങനെ ആയതാണ്. ബാക്കി ഒരു സ്ഥലത്തിനും ഒരു പ്രശ്നവും ഇല്ല. ഇങ്ങനെ വന്നാൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് കടയിൽ ചെരുപ്പൊക്കെ ശരിയാക്കുന്നവരുടെ കൊടുത്ത് ഇത് ശരിയാക്കും. പക്ഷെ ഒത്തിരി പ്രാവശ്യം ചെയ്യുമ്പോൾ പിന്നെ അതൊന്നും ചെയ്യാൻ പറ്റാത്ത പരുവാകും. പക്ഷേ ഇതിപ്പോൾ പെട്ടെന്ന് നമുക്ക് നാളെ എവിടെയെങ്കിലും പോകണം. ഇപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന, പുറത്തെങ്ങും പോവാതെ വീട്ടിൽ തന്നെ പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിനാദ്യം വേണ്ടത് ഇതുപോലെ കുറച്ച് ലേസാണ്. ലേസ് ഇതിപ്പം എല്ലാ വീടുകളിലും കാണും. പഴയ ഷോൾ, ഞാൻ എൻ്റെ ഒരു ഷോളിൽ നിന്ന് ഇളക്കിയെടുത്തത്. പഴയ ഒരു ഷോളിൻ്റെ സൈഡിൽ വെച്ചിരുന്ന ഒരു ലേസ് ഇളക്കിയെടുത്തതാണ്. അതിന് ചുറ്റാകെ ലേസ് ഉണ്ട്. അത് ഞാൻ കുറച്ച് ഇങ്ങനെ ഇളക്കിയെടുത്തത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഷോളും അല്ലെങ്കിൽ സാരിയിൽ അല്ലെങ്കിൽ ഫ്രോക്കിലൊക്കെ കുറേ. അപ്പോൾ ഇതെടുത്തിട്ടാണ് നമ്മൾ ഈ ബാഗിൻ്റെ സ്ട്രാപ്പ് ശരിയാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. വളരെ പെട്ടെന്ന് ചെയ്യാം. കൊച്ചു കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിത് എത്രയാണ് എടുക്കേണ്ടതെന്ന് പറയാം. നമുക്ക് ഇതിൻ്റെ ഈ സ്ട്രാപ്പ് എത്രയാണോ ഉള്ളത് അതാണ് ഇതിൻ്റെ അളവ്. നമുക്കിങ്ങനെ വെച്ച് നോക്കാം. ഇത്രയും വരാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇതിൻ്റെ 3 ഇരട്ടി എടുക്കണം. എത്രയാണോ ഉള്ളത് അതിൻ്റെ ഒരു പ്രാവശ്യം കൂടെ അതുപോലെ ഇതുപോലെ ഇത്രയും. ഇതുപോലെ കുറച്ചൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അതവിടെ കിടന്നോട്ടെ. നമുക്ക് ലാസ്റ്റ് ഇത് കട്ട് ചെയ്ത് കളയാൻ പറ്റും. ഒരു ഏകദേശം അളവാണ് ഈ പറഞ്ഞത്. ഇവിടം വരെ ഉള്ളതിൻ്റെ 3 പ്രാവശ്യം അത്രയും. നമുക്കിത് എന്ത് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ഒരു സ്ട്രാപ്പിനാണ് ഇത്രയും. അതുപോലെ ഇപ്പുറത്തും അതേപോലെ എടുക്കണം. ഈ ലേസിൻ്റെ നേരെ മധ്യം എടുക്കണം. 2 തുമ്പും കൂടെ ചേർത്ത് വെച്ചാൽ നമുക്ക് നേരെ മധ്യഭാഗം കിട്ടും. ഇത് നമ്മുടെ ഈ സ്ട്രാപ്പിൻ്റെ മധ്യഭാഗത്ത് വെക്കണം. അപ്പോൾ ബാഗിൻ്റെ ഈ സ്ട്രാപ്പിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഈ ലേസിൻ്റെ മധ്യഭാഗം ഇങ്ങനെ വെച്ചിട്ട് ഇതിൽ കളർ നമുക്ക് ഇഷ്ടമുള്ള കളർ എടുത്ത് വയ്ക്കാം. ഞാനിപ്പോൾ ഈ റെഡ് കൂടുതലുള്ളതാണ് വയ്ക്കുന്നത്. ലേസിൻ്റെ ഏകദേശം സെൻറ്റർ ഭാഗം ഇങ്ങനെ വെച്ച് ഇങ്ങനെ ചുറ്റി, വെറുതെ ഇങ്ങനെ ചുറ്റിയാൽ മതി. ഒരു പാടുമില്ല. കുറച്ച് ടൈറ്റായിരിക്കണം നീള്. ബാഗൊക്കെ കേടാവുമ്പോൾ നമ്മൾ ഉടനെ എടുത്തങ്ങ് കളയാതെ നമുക്ക് എന്തെങ്കിലും അത് ചെയ്ത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് നോക്കണം. അപ്പോൾ വേസ്റ്റിൻ്റെ ആ ഒരു അളവ് ഒന്ന് കുറയും. ഇപ്പോൾ തന്നെ വേസ്റ്റ് കൂടി തിരുവനന്തപുരത്ത് ആ ഒരു സംഭവത്തിൽ നമ്മളെല്ലാവരും ഒരുപാട് വിഷമിച്ചല്ലേ. ഇവിടം വരെ ചുറ്റി വെച്ചതിന് ശേഷം വീണ്ടും ഇവിടെ നമ്മൾ പുറത്തോട്ട് ചെയ്തിട്ടില്ലല്ലേ. ഇതുപോലെ ഇങ്ങനെ ചുറ്റിയെടുത്താൽ മതി. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നല്ല സ്ട്രോങ്ങുമാണ്. 1 കിലോ ഓറഞ്ച് എന്തെങ്കിലും ഇടുമ്പം തന്നെ ഇത് പൊട്ടും. ഏത് നിമിഷവും ഇത് പൊട്ടാം. അപ്പോൾ നമുക്ക് ഇനി ഇതിലൊരു 7-8 കിലോയോളം ഇടാൻ പറ്റുന്ന രീതിക്കാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. ഇത് മൊത്തം കണ്ടാൽ മാത്രമേ ഇത് നല്ല സ്ട്രോങ് ആയിട്ട് ചെയ്യാൻ പറ്റൂ. ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയാൽ പറ്റത്തില്ല. ഇതിൻ്റെ ഭംഗി അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടം വരെ ചെയ്ത് നമ്മളിവിടെ നിർത്തി വെച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ കുറച്ചൊന്ന് ലൂസാവും നമ്മൾ വിടുമ്പോൾ. അത് കുഴപ്പമില്ല, നമുക്ക് ശരിയാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇപ്പുറത്ത് ഇതേപോലെ ചുറ്റി വെച്ചേക്കാണ്. നമ്മൾ ഈ ഇവിടം വരെ എത്തുന്നതിന് തൊട്ട് മുമ്പ് കുറച്ചുകൂടി അടുപ്പിച്ച് ചുറ്റണം. ആ ഒരു ഗ്യാപ്പ് ഇത്തിരി ഒന്ന് കുറയണം. അത് പിന്നീട് ചെയ്ത് കഴിയുമ്പോൾ അതങ്ങ് ഈ ഒരു ഗ്യാപ്പിലെത്തും. അപ്പോൾ നമ്മൾ ഇവിടം വരെ ചുറ്റി ഇങ്ങനെ വെച്ചേക്കാണ്. ഇപ്പം ഇത് കണ്ട ഇത്രയും ഇത് നമുക്ക് ഇങ്ങനെ ചേർത്ത് വെക്കണം. ഇപ്പം ഇങ്ങനെ ലൂസായി നിൽക്കുന്നത്. ഇനി നമുക്കിങ്ങനെ ചേർത്ത് വെക്കണം.
അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് ഇതാ ഈ ഒരു കൊളുത്ത് ബക്കിളില്ലേ, ചിലതിൽ ഇത് റൗണ്ട് ആയിരിക്കും, ഇതിലിപ്പോൾ ഇതാ ഇങ്ങനെയാണ്. ഇതിൽ നമ്മൾ ലേസിൻ്റെ അറ്റം കൊണ്ടുവന്ന് ഇതിനകത്ത് കൂടി ഇങ്ങനെ എടുക്കണം. ഇപ്പം ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി നേരെ ഇതാ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് ഇനി നമ്മളിതിങ്ങനെ അടുപ്പിച്ചു കൊടുക്കും. അപ്പോൾ ഇതങ്ങ് ഇറുകും, നല്ലതുപോലെ ഇറുക്കിയെടുക്കണം നമ്മൾ. അപ്പോൾ അത് നല്ലതുപോലെ ഇറുകി. അതുപോലെ ഒരു പ്രാവശ്യം കൂടി ഇങ്ങനെ ഇതിലേക്ക് കൂടി കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ അകത്ത് കൂടി എടുത്ത് നമുക്കിത് ഒന്നും കൂടി കെട്ടണം. ഒന്നുകൂടി കാണിക്കാം. ഇതിൻ്റെ അകത്തുകൂടി നമ്മൾ ആദ്യം ഇങ്ങനെ എടുത്ത് വീണ്ടും ഇതിൻ്റെ അറ്റം ഇതിൽ നമ്മൾ ഇറുക്കി പിടിച്ചതിന് ശേഷം ഇതിൻ്റെ അറ്റം ഒന്നുകൂടി ഇതിൻ്റെ അകത്തുകൂടി എടുക്കുകയാണ്. മുകളിലോട്ടാണ് എടുക്കുന്നത്, മുകളിൽ നിന്ന് താഴോട്ടല്ല, ഇവിടുന്ന് മുകളിലോട്ട് ഇങ്ങനെ എടുക്കണം. ഇതിങ്ങനെ കയറാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു സ്ക്രൂ ഡ്രൈവറോ സ്കെയിലോ പെൻസിലോ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്കിങ്ങനെ എടുക്കാം. എന്നിട്ട് വീണ്ടും ഇതിൻ്റെ അകത്തുകൂടി എടുത്ത് അവിടെ ഒരു കെട്ടാവുന്നുണ്ടോ, നല്ലതുപോലെ വലിച്ച് ഇതിനെ ടൈറ്റാക്കും. കണ്ടോ, ഇതാണ് നമുക്ക് കോട്ടൺ എടുക്കരുതെന്ന് പറഞ്ഞത്. കോട്ടൺ ആകുമ്പോൾ നമ്മൾ ഇങ്ങനെ വലിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ പൊട്ടും. ഇത് പക്ഷെ അങ്ങനെയല്ല, ഇത് എന്ത് ചെയ്താലും പൊട്ടൂല. തീ എങ്ങനെ ഉരുകിപ്പോവുകയാണെങ്കിലേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മളിതിൻ്റെ ഒരു സൈഡാണ് കെട്ടിട്ടത്, ഇനി ഇപ്പുറത്തും അതുപോലെ കെട്ടിടാം. അപ്പോൾ നമുക്കിതിനെ ബാക്കിൽ കൂടെ കൊണ്ടുവരാം. ബാക്കിൽ കൂടെയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു ബക്കിളിൻ്റെ അകത്തുകൂടി കൊണ്ടുവരണം. ഇതൊക്കെ നമുക്ക് വെട്ടിക്കളയാം. ഇതൊന്നും നമുക്കിനി ആവശ്യമില്ല. പുറത്തോട്ട് കാണുന്നതൊക്കെ നമുക്ക് വെട്ടിക്കളയാം. നമ്മൾ ചുറ്റി വരുമ്പോൾ അകത്ത് പോകണത് കുഴപ്പമില്ല. ചുറ്റാൻ തടസ്സമായിട്ട് നിൽക്കുന്നെങ്കിൽ നമുക്കത് വെട്ടിമാറ്റാം. ഈ അറ്റത്തൂടെ നമ്മൾ നേരത്തെ പോലെ മുകളിലോട്ട് ഇത് ചെയ്യണം. കണ്ടേ, ഇതുപോലെ ഇങ്ങനെ അങ്ങ് ടൈറ്റാക്കി അങ്ങ് വെച്ച് കണ്ടോ. ഇനി ഒരു പ്രാവശ്യം കൂടി ഇവിടെ അതുപോലെ ഇതിൻ്റെ അകത്തുകൂടി എടുത്ത് നല്ലൊരു കെട്ടങ്ങ് ആക്കണം. പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ റീയൂസ് ചെയ്യണം. റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുന്നത് ഒരു വലിയ കാര്യമാണ്. നമുക്ക് മാത്രമല്ല, എത്ര പൈസ ഉള്ളവരാണെങ്കിലും നമ്മൾ പ്രകൃതി നേരെയായിരുന്നാലല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റും. വേസ്റ്റിൻ്റെ അളവ് കുറയ്ക്കുക നമ്മളെല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഇത്രയും ഇവിടെ 2 പ്രാവശ്യം, ഇവിടെ 2 പ്രാവശ്യം. ഇനി നമ്മളിതിന് വെറുതെ ഇങ്ങനെ ചുറ്റണം. ഇവിടെ നമുക്ക് നേരത്തെ നമ്മൾ ഈ ലേസിന് 2 സൈഡുണ്ട്, ഞാൻ പറഞ്ഞില്ലേ. അപ്പം നമുക്ക് ഇനി പുറത്ത് കാണേണ്ടത് ഈ പച്ച കൂടുതലുള്ളതാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ചുറ്റണം. ഇവിടെ ഇപ്പം ഞാൻ റെഡാണ് പുറത്ത് വരണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ റെഡ് ഇങ്ങനെ പുറത്ത് കൊണ്ടുവന്ന് ഇതുപോലെ ചുറ്റാം. ഇതുപോലെ വെറുതെ ഇങ്ങനെ ചുറ്റിയതേ ഉള്ളൂ. പക്ഷേ ഈ 2 പ്രാവശ്യം ഇവിടെ നമ്മൾ നല്ല രീതിയിൽ ഒരു ലോക്ക് ആക്കിയിട്ടുണ്ട്. ആ വീഡിയോ ഒന്നും കൂടി എടുത്ത് കണ്ടു നോക്കിയാൽ മനസ്സിലാവും. ഇനി നമ്മളിതാ ഈ അറ്റം എന്ത് ചെയ്യണം, ഇങ്ങനെ ഒന്ന് മടക്കി ഇപ്പുറ സൈഡും കൂടി ഇങ്ങനെ മടക്കി വീണ്ടും ഇങ്ങനെ മടക്കി ഒന്നും കൂടെ ഇങ്ങനെ അകത്തോട്ട്. അതായത് ഈ തുമ്പ് നമ്മളൊന്ന് മടക്കുന്നതേ ഉള്ളൂ. 2 ചരിച്ച് ഇങ്ങനെ മടക്കി ഇങ്ങനെ അകത്തോട്ട് ഒന്നും കൂടി മടക്കി തുമ്പ് മടക്കി വെച്ച് അത്രേ ഉള്ളൂ. ഇനി നമ്മൾ ഇപ്പോഴും ടൈറ്റായിട്ട് നമ്മൾ പിടിച്ചിട്ടുണ്ട്.
ഇതിനിങ്ങനെ അപ്പുറത്ത് ബാക്ക് സൈഡിൽ കൊണ്ടുവന്ന്, ബാക്ക് സൈഡെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു സ്ട്രാപ്പിൻ്റെ അകവശവും നമ്മുടെ ബാഗിൻ്റെ ഈ ഭാഗവും ചേരുന്ന ഭാഗം. അപ്പോൾ ഈ ബാഗ് ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്, അപ്പോൾ അവിടെ പുറത്ത് കാണത്തില്ല. അപ്പോൾ അവിടെയാണ് നമുക്കിത് ചെയ്യേണ്ടത്. ടൈറ്റായിരിക്കണം. ഈ അറ്റം നമുക്ക് ആദ്യം ഇങ്ങനെ സൈഡിലോട്ട് മടക്കി, എന്നിട്ട് ഇങ്ങനെ മടക്കി, ഇത് നല്ല സ്ട്രോങ് ആണെങ്കിൽ നൂലിളവി പോകുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ അത് നമുക്കിങ്ങനെ നല്ല രീതിയിൽ മടക്കി ഇവിടെ ഇങ്ങനെ വെച്ച്, ഒരു സൂചി നൂലും കൂടി വേണം. ഈ സൂചി നൂലും കൊണ്ട് നമ്മൾ ഇതിനെ വെറുതെ കോരി അങ്ങ് തെച്ചാൽ മതി. ഈ സ്ട്രാപ്പിലും കൂടെ തട്ടത്തക്ക വിധം നമ്മൾ ചുറ്റിയ എല്ലാ തുണിയിലും ഈ ബാഗിൻ്റെ സ്ട്രാപ്പിലും കൂടി ചേർത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത്ര ഒന്ന് ചുറ്റി തയ്ക്കാനൊക്കെ എല്ലാവർക്കും അറിയാം. ഇത് ഭംഗിയാക്കാനുള്ള വേറെയും കാര്യങ്ങളുണ്ട്, അത് പറയാം. ഇത് സ്ട്രോങ് ആണെന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ഒട്ടും പേടിക്കണ്ട. നമ്മൾ ഡബിൾ സ്ട്രോങ് ആണെന്നൊക്കെ പറയത്തില്ലേ, അത്രയും സ്ട്രോങ് ആണ്. തിളയിൽ പോകത്തില്ല. ഇവിടെ നമ്മൾ ഒത്തിരി പ്രാവശ്യം ഇങ്ങനെ സൂചി നൂലും എടുത്ത് കെട്ടിട്ട് തെച്ചെടുക്കണം. പക്ഷേ ഈ സൂചി നൂല് ഉപയോഗിച്ച് തയ്ക്കുന്നതിലല്ല ഇത് ഉറച്ചിരിക്കുന്നത്. നമ്മൾ ഈ ലേസ് കൊണ്ട് തന്നെ ഇവിടെ ചുറ്റിയിട്ടുണ്ട്. അത് ഇളയിൽ പോകത്തേയില്ല. ഈ ഒരു കളർ കോമ്പിനേഷൻ നല്ല രസമല്ലേ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ബാഗ് ഏത് കളറാണോ അതിന് ചേരുന്ന നമുക്ക് കിട്ടും. എല്ലാ വീട്ടിലും ഉണ്ടാവും. അഥവാ ഇല്ലെങ്കിൽ മാത്രം നമുക്കൊരു കടയിൽ പോയാൽ മതി. ഒരു 10 രൂപയ്ക്കകത്തേ ആവുള്ളൂ ഈ ലേസിന്. ഇനി നമുക്ക് ആദ്യം നമ്മൾ ചുറ്റി വെച്ചതാ ഇവിടെ ലൂസായിരിക്കുകയാണ്. അത് കുഴപ്പമില്ല, നമുക്ക് വീണ്ടും അത് ചുറ്റാൻ പറ്റും. ഈ അറ്റം എത്തുമ്പോൾ കുറച്ച് അടുപ്പിച്ച് ചുറ്റണം. ഇനി ഇതാ നമുക്ക് ഈ സൈഡിൽ ഇതിൻ്റെ അകത്തുകൂടി കൊണ്ടുവരണം. ഇവിടെ നമുക്ക് ഒരു ചുറ്റും കൂടെ ചുറ്റാനുള്ള സ്ഥലമുണ്ട്. അതുകൊണ്ട് നമുക്കിതിങ്ങനെ അയച്ചെടുക്കാം. ഇങ്ങനെ ഒരു ചുറ്റും കൂടെ ആയി. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുകൂടെ എന്നിട്ട് നമ്മൾ ഈ ലാസ്റ്റ് ചുറ്റില്ലേ അതിൻ്റെ അകത്തുകൂടിയാണ് ഇത് എടുക്കേണ്ടത്. ഇങ്ങനെ നേരത്തെ ചെയ്ത പോലെ തന്നെ. ഇനി ഇതിങ്ങനെ ഇത്രയും ലൂസായി നിൽക്കുകയാണ്. ഇതിനെ നമ്മളിങ്ങനെ അടുപ്പിക്കും. ഇങ്ങനെ ഇതിൻ്റെ അകത്തുകൂടി ഒരു പ്രാവശ്യം കൂടി കൊണ്ടുവരണം. ഇവിടെ ഇത് നമ്മൾ നന്നായിട്ട് വലിച്ച് ഇറുക്കണം. എത്ര ഇറുക്കിയാലും ഇത് പൊട്ടിപ്പോകത്തില്ല. അത്ര നല്ല ലേസായിരുന്നു. ചുരിദാർ ഒരുപാട് പഴകിയെങ്കിലും ലേസ് നല്ലതായിരുന്നു. ഇനി നമുക്ക് ഈ നിൽക്കുന്നതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്തെന്നും പറഞ്ഞ് നമ്മുടെ ഈ സ്ട്രാപ്പ് ഇതിൽ നിന്ന് വിട്ടു പോവില്ല. ഇപ്പം നമ്മൾ ഇവിടെയാണ് 2 പ്രാവശ്യം ചുറ്റിയത്. നമുക്ക് അതുപോലെ ഈ ബക്കിളിൻ്റെ ഇപ്പുറത്തെ വശത്തോണ്ട് സ്ഥലമുണ്ട് കണ്ടോ, അവിടെ നമുക്ക് ചുറ്റാം. ബാക്കി കൂടെ കൊണ്ടുവന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ അകത്തൂടെ ഇങ്ങനെ ഇറക്കണം. ഇങ്ങനെ മുകളിൽ നിന്ന് താഴോട്ട്.
നല്ല ടൈറ്റാക്കി നല്ലൊരു ലോക്കാക്കും ഇതിനെ. ഇവിടെ ബാഗിൻ്റെ പീസ് കുറച്ചുകൂടി ബാക്കിയുണ്ട്, നമുക്കത് വെട്ടിമാറ്റാം. ഇതൊരു വലിയ ബുദ്ധിയൊന്നുമല്ല, നമ്മൾ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അത്യാവശ്യത്തിന് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു സിമ്പിളായിട്ടുള്ളൊരു കാര്യം. ഇപ്പോൾ ഇതും ഒരു പ്രാവശ്യം കൂടെ കെട്ടി നന്നായിട്ട് ഇറുക്കി വെച്ച്. ഇനി ബാക്കിയുള്ള ഇത് നമ്മൾ വെറുതെ ഇതിൽ ചുറ്റിയാൽ മതി. അപ്പോഴും നമുക്ക് ഈ കളർ നോക്കിക്കോണേ, നമുക്ക് ഈ കളറാണ് വേണ്ടതെങ്കിൽ ഇത് ചുറ്റി വരത്തക്ക വിധം. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ചിലർക്ക് ഒരു അഭിമാന പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ ചെയ്യണ്ട. പക്ഷെ സാധാരണക്കാർക്ക് ഇതൊക്കെ ഒരുപാട് ഹെൽപ്പാവും. നമുക്കൊരു ബാഗൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോഴൊക്കെ നമുക്ക് പുതിയ ബാഗ് വാങ്ങാൻ പറ്റൂല. അങ്ങനെ വാങ്ങിക്കൂടാ, നമുക്കത് വീണ്ടും മാക്സിമം ഉപയോഗിക്കണം. എത്ര പൈസ ഉള്ളവരാണെങ്കിലും നമ്മളൊന്നും നശിപ്പിച്ചുവിടല്ലേ. ഈ തുമ്പ് നല്ല രീതിക്ക് അകത്തോട്ട് പോകണം, അല്ലെങ്കിൽ ദാണ്ടെ ഈ തുമ്പ് ഇങ്ങനെ പിടിച്ചത് ഊരി ഇങ്ങി വരുന്ന ടൈപ്പ് തുണിയാണ്. ഈ ഭാഗത്ത് നമുക്കിത് വെച്ച് തച്ച് വയ്ക്കണം. അപ്പോൾ അധികം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇതിനെ മടക്കിയാൽ മതി, അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളയുകയും ചെയ്യാം. ഇവിടെ ഇപ്പോൾ നമ്മൾ ലൂസായിട്ട് ചുറ്റരുത്, ടൈറ്റായിട്ട്. അപ്പോൾ ഈ സ്ട്രാപ്പിലും കൂടി കൊണ്ടിരിക്കണം, അത് ഇളകി പോത്തേയില്ല. നമ്മൾ നല്ല രീതിയിൽ ഉറപ്പിച്ച് ഇത് സ്റ്റിച്ച് കൊടുത്താൽ ഇത് ഇളകി പോകത്തില്ല. ഈ സ്റ്റിച്ച് ആരും കാണത്തുമില്ല. ഇത്രയല്ല കേട്ടോ, ഇനിയുണ്ട്. ഈ സൂചി നൂലും കൊണ്ട് ചെയ്തത് നല്ല രീതിയിൽ ചെയ്യണം. എന്താ ഇങ്ങനെയായി, നല്ലൊരു കളർ കോമ്പിനേഷൻ അല്ലേ ഇത്. നല്ല ഡാർക്ക് ബ്ലൂ കളറാണ് ഈ സ്ട്രാപ്പ്. ഇത് പച്ചയുണ്ട്, റെഡ്, എല്ലാ കളറുമുള്ള ഒരു ലേസ്. ഇതിങ്ങനെ ലൂസായി പോകത്തില്ല, അത് പറയട്ടെ. ഇതിങ്ങനെ ലൂസായി പോകത്തേയില്ല. ഇങ്ങോട്ടാക്കിയാലും ഇത് പോകത്തില്ല. ഇതുപോലെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇത് നല്ല സ്ട്രോങ് ആണ്, ഇത് വലിച്ചാൽ പോലും പോകത്തില്ല. കണ്ടോ? ഇതുപോലെ നമുക്ക് അപ്പുറത്തും കൂടി ചെയ്യാം. അതിനുശേഷം പിന്നീട് ഇത് ഭംഗി കൂട്ടാൻ ചെയ്യുന്ന കാര്യങ്ങളും കൂടി പറയാം. ഇതെങ്ങനെയുണ്ട്, കൊള്ളാമോ? നമ്മളെ ബാഗ് ആകെ മാറിയില്ലേ? ഇതുപോലെ ഈ ഗ്ലാസ് ഒട്ടിച്ചേക്കണമെന്നൊന്നുമില്ല, അല്ലാതെ തന്നെ ഇത് നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ ദാണ്ട ഇതുപോലുള്ള ലേസ് ഒന്നും കൊണ്ട് നമ്മളിത് ചുറ്റരുത്. ഇതിനൊട്ടും ബലമില്ല, ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതാണ്. വേണമെങ്കിൽ നമ്മൾ ഇതുപോലെ നല്ല സ്ട്രോങ് ആയ ലേസ് വെച്ച് ചുറ്റിയതിന് ശേഷം വേണമെങ്കിൽ ഇത് അതിൻ്റെ പുറത്ത് ഒട്ടിക്കുക എന്തെങ്കിലും ചെയ്യാം. അപ്പോഴും നമ്മൾ ഈ പിടിക്കുന്ന ഭാഗത്ത് അധികം ചെയ്യണമെന്നില്ല, നമ്മൾ വെയിറ്റ് പിടിക്കാനുള്ളതല്ലേ, അപ്പോൾ ഇത് ഇളകിപ്പോവും. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായോ? അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ബാഗിൻ്റെ സ്ട്രാപ്പൊക്കെ പോയിരിക്കുകയാണെങ്കിൽ വെറുതെ ഇങ്ങനൊന്ന് ചെയ്ത് നോക്കാം. കുറച്ച് നാളും കൂടെ ഉപയോഗിക്കാം, അതല്ലേ പുതിയ ബാഗ് വാങ്ങാൻ പോകുന്നവരെയെങ്കിലും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. എന്നാലേ എനിക്ക് ഇതുപോലെയൊക്കെ ചെയ്യണമെന്ന് തോന്നുമ്പം അത് വീഡിയോ ആയിട്ട് ഇടാനുള്ളൊരു മനസ്സ് വരുള്ളൂ. അപ്പോൾ കമൻറ്റ് ചെയ്യണേ. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.